കീമോയും റേഡിയേഷനും എങ്ങനെ അവരുടെ ശരീരത്തെ ക്യാൻസർ വന്നതിന് ശേഷം വളരെ മോശമായി ബാധിക്കുന്നു എന്നുള്ളത് ഒരു 90% ആൾക്കാരും അറിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള അറിവിലേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ടെസ്റ്റ് ചെയ്യപ്പെടുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യാവസായികമായി ആരോഗ്യം എന്ന് പറയുന്നത് മനുഷ്യന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അതെ, പക്ഷേ അത് വ്യാവസായികമായപ്പോൾ അതിനകത്ത് കുറേ സംഗതികൾ ഇൻസർട്ട് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പറയാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്യാൻസർ സ്ഥിരീകരിക്കുന്നതിൽ 30% താഴെ ആളുകളെ ക്യാൻസർ സ്ഥിരീകരിക്കുന്നുള്ളൂ. ബാക്കി 70% ആളുകളെയും ശരിക്കും ക്യാൻസർ ആണ് എന്ന് വരുത്തിയിട്ട് ചികിത്സിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത് എന്ന് പറയുന്നത് ഈ മരിക്കുന്നതിൽ 90% ആളുകളും ഭയപ്പെട്ടിട്ടാണ് പലപ്പോഴും മരണം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡിനും ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അതെ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഡോക്ടർമാരൊക്കെ എന്ന് പറയും എത്ര സീരിയസ് കേസായിരുന്നാലും പേഷ്യൻറ്റിൻ്റെ അടുത്ത് പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും, അതെ, വളരെ നിസ്സാരമാണ്, വളരെ കുഴപ്പമില്ല എന്നൊക്കെ പറയും. അപ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. അതെ, പുറത്തിറങ്ങിയിട്ട് ഡോക്ടർമാർ പറയും നിങ്ങൾ ആളെ അറിയിച്ചോളൂ, വളരെ സീരിയസ് ആണ് എന്ന് പറയും. ബന്ധുക്കളടുത്ത് പറയും വളരെ സീരിയസ് ആണ്, നിങ്ങൾ ആളെ അറിയിച്ചോളൂ എന്ന് പറയും. ആ ഡോക്ടറിന്റെ സമീപനത്തിൽ ഒരുപക്ഷെ ആ പേഷ്യന്റ് 2 ദിവസവും 3 ദിവസവും അധികം ജീവിക്കാൻ സാധ്യതയുണ്ട്. അതെ, നേരെ മറിച്ച് ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ അടുത്ത് ഇന്നത്തെ ആ ഒരു രീതി തന്നെ തെറ്റാണ് എന്ന് പറയാൻ കഴിയും. പക്ഷെ നിയമപരമായി അങ്ങനെ തന്നെയാണ് വച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് സീരിയസ് പേഷ്യന്റിന്റെ അടുത്ത് നിങ്ങൾക്ക് 2-3 ദിവസമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. പല ആളുകളും അടുത്തും ഡോക്ടർമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വ്യാവസായികമായ ഭീഷണിപ്പെടുത്തലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു അമൃത എന്ന് പറയുന്നിട്ട് ഒരു പെൺകുട്ടി ഒരു 2 ദിവസം മുമ്പ് ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. അച്ഛന് ക്യാൻസറാണ്. അപ്പോൾ ആ കുട്ടി ജോലിയുമായി ബന്ധപ്പെട്ട് മറ്റ് ജില്ലകളിലായിരുന്നു. അയാളുടെ ജ്യേഷ്ഠനുണ്ട്, അയാളുടെ ജ്യേഷ്ഠനും ബാംഗ്ലൂരിൽ ജോലിയാണ്. അപ്പോൾ പെട്ടെന്ന് നേരത്തെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ സ്വാഭാവികമായിട്ട് പോയി, അമ്മയും അച്ഛനും കൂടെയാണ് പോയത്. അപ്പോൾ ആ അച്ഛൻ്റെ മുമ്പിൽ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് 3 മാസം കൂടിയേ സമയമുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ 3 മാസം എത്ര ധൈര്യശാലിയായിരുന്ന ഒരു മനുഷ്യനാണെങ്കിലും രാത്രിയിൽ ഉറങ്ങണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. രാത്രിയിൽ ഉറങ്ങുമ്പോൾ ഈ 3 മാസത്തിന്റെ കണക്കെടുത്തുകൊണ്ടിരിക്കും. ഈ പേഷ്യന്റ് ശരിക്ക് 1.5 മാസം കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ആള് മരണത്തിലേക്ക് വഴുതി വീഴാം. അപ്പോൾ ശരിക്ക് ഈ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഈ ഒരു രീതി അശാസ്ത്രീയമാണ് എന്ന് ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. അതിന് MBBS പാസ്സാവണമെന്നോ അല്ലെങ്കിൽ മറ്റ് കോഴ്സുകൾ പാസ്സാവണമെന്നൊന്നുമില്ല. പക്ഷേ അത് ഒരു വ്യാവസായികമായ ഒരു ഭയപ്പെടുത്തലാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ മരിക്കുന്ന 90% ആളുകളും ശരിക്ക് ക്യാൻസർ വന്നിട്ടല്ല മരിക്കുന്നത്, ഭയത്തിൽ നിന്നാണ് മരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും.